ടെസ്റ്റ് 1. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റിംഗ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. എക്സ്പ്രസ് ദ സ്റ്റേറ്റ്മെൻറ്റ് some student in this class has visited Mexico and every student in this class has visited either Canada or Mexico using predicates and quantifiers. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഒരുമിച്ച് തന്നെന്നുള്ളതേ ഉള്ളൂ. രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം സം സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ എവരി സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹാസ് വിസിറ്റഡ് ഐദർ കാനഡ ഓർ മെക്സിക്കോ. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെയും പ്രെഡിക്കേറ്റ്സും ക്വാണ്ടിഫയേഴ്സും വെച്ചിട്ട് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റുകളെ എങ്ങനെ പ്രെഡിക്കേറ്റ്സും ക്വാണ്ടിഫയേഴ്സും വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സം സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എന്ന് പറയുമ്പം എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഒരു എം എന്ന് മെക്സിക്കോ എന്ന് കാണിക്കാൻ വേണ്ടി എം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാണ്. എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എന്ന് എടുത്താൽ ഇത് ആക്ച്വലി എന്താ, സം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര്, അപ്പോൾ ഒരാളെങ്കിലും കാണും. അപ്പം ദെയർ എക്സിസ്റ്റ് എക്സ് എം ഓഫ് എക്സ് വേർ എക്സ് ഇസ് ദ ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ്. അപ്പം നമുക്ക് അതാണ് ഏറ്റവും സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം അത് ചിന്തിക്കണം. അപ്പം സം സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എന്ന് പറയുമ്പോൾ ഒരാളെങ്കിലും മെക്സിക്കോ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ദ സ്റ്റേറ്റ്മെൻറ്റ് some student in this class has visited Mexico means that ഇതിൻ്റെ മീനിങ് എന്താ, സം സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും മെക്സിക്കോ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. There is a student in this class with the property that the student has visited Mexico. അപ്പം ഒരാളെങ്കിലും മെക്സിക്കോ വിസിറ്റ് ചെയ്തത് ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പം നമ്മൾ വേരിയബിൾ എക്സ് യൂസ് ചെയ്യുക. വി ക്യാൻ ഇൻട്രൊഡ്യൂസ് എ വേരിയബിൾ എക്സ് സോ ദാറ്റ് അവർ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കംസ്, എക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് a statement becomes there is a student x in this class having the property that x has visited മെക്സിക്കോ. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്, എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എന്നുള്ളതിനെ ഒരു പ്രെഡിക്കേറ്റ് ആയിട്ട് എടുക്കുക. ലെറ്റ്
മെക്സിക്കോ എന്ന് കാണിക്കാൻ വേണ്ടി എം ഓഫ് എക്സ്, ഇനി കാനഡ വരുന്നതുകൊണ്ട് നമുക്കിതിനെ എം ഓഫ് എക്സ് എന്ന് വിളിക്കാം. ലെറ്റ് എം ഓഫ് എക്സ് ബി ദ സ്റ്റേറ്റ്മെൻറ്റ്. എം ഓഫ് എക്സ് നമ്മൾ എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ നമ്മൾ പ്രെഡിക്കേറ്റഡ് എടുക്കുക. എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ. അപ്പോൾ അതൊരു പ്രെഡിക്കേറ്റ്, എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ. അപ്പം there is a student x in this class having the property that x has visited Mexico എന്ന് പറഞ്ഞാൽ there exists x m of x where the domain consists of all students in this class എന്ന് നമുക്ക് പറയാലോ. if the domain for x consists of the students in this class of the students in this class ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ the first statement becomes എന്താണ്, there exists x m of x. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, there is a student in this class. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡൊമൈൻ എടുത്തേക്കുന്നത് എന്താ, സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് ആണ്. അപ്പം there is a student in this class who has visited മെക്സിക്കോ എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ വേറെ പീപ്പിൾ ഉണ്ടെന്ന് അങ്ങ് എടുക്കുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഫുൾ പീപ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അത് മെക്സിക്കോയിൽ ഉണ്ട് എന്ന് കാണിക്കേണ്ടി വരും. ഹൗവർ മുമ്പത്തെ പോലെ തന്നെയാണ്. ഹൗവർ ഇഫ് വി ആർ, നമ്മൾ ഇന്നലെ ചെയ്ത അതേ പ്രോബ്ലം അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇഫ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ other than those in the class, we look at the statement a little differently. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇപ്പം if we are interested in people other than those in the class, we look at the statement a little differently. Our statement can be written as, our statement can be expressed as there is a person S having the properties that X is a student in this class and X has visited Mexico. X is a student in this class and X has visited Mexico now. അപ്പോൾ നമ്മൾ എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് എന്നുള്ളതിന് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ ഡൊമൈനകത്തുനിന്നുള്ള എല്ലാ പീപ്പിളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് എന്ന് കാണിക്കാൻ വേണ്ടി, സ്റ്റുഡൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പ്രെഡിക്കേറ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഇൻ ദിസ് കേസ് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ദ ഡൊമൈൻ ഫോർ ദ വേരിയബിൾ x consists of all people. എല്ലാ പീപ്പിളും ഉണ്ട്. അപ്പോൾ നമ്മളതിനെ ഡൊമൈനകത്ത് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് സ്റ്റുഡൻറ്റിനെ കാണിക്കാൻ വേണ്ടി എസ് യൂസ് ചെയ്യാം. എസ് ഓഫ് എക്സ് റെപ്രസെൻറ്റ് X is a student in this class. X is a student in this class. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യത്തെ കേസ് വളരെ സിമ്പിളാണ്. നമുക്ക് ഡൊമൈൻ്റെ അകത്ത് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റുഡൻ്റ് എങ്കിലും മെക്സിക്കോ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി there exists m of x എന്ന് പറയാം.
ഇനി ഇവിടെ നമ്മൾ ഡൊമൈൻ കുറച്ചും കൂടെ വലുതാക്കുക. അതിനകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മെക്സിക്കോ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ മതി. അപ്പം there exists എ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് മെക്സിക്കോ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമുക്കതിനെ there exists എക്സ് എന്നിട്ട് ഒരു സ്റ്റുഡൻ്റ് എങ്കിലും കാണും, അത് സ്റ്റുഡൻറ്റുമാണ്, മെക്സിക്കോയും വിസിറ്റ് ചെയ്തത്. there exists എക്സ് ആയതുകൊണ്ട് ഒരാളെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ആൻഡ് മതി. അതാണ് അതിൻ്റെ ഡിഫറൻസ്. മറ്റിടത്ത് ഫോർ ഓൾ ആയിരുന്നു അല്ലേ. ഇവിടുത്തെ നമ്മൾ ആ ഇന്നലെ കണ്ട എക്സാമ്പിളിൻ്റെ അകത്തായിരുന്നു എങ്കിൽ ഇന്നലത്തെ എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് ഫോർ എവറി പേഴ്സൺ എക്സ്, ഇഫ് പേഴ്സൺ എക്സ് ഇസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ദെൻ എക്സ് ഹാസ് സ്റ്റഡീഡ് കാൽക്കുലസ്. ഇഫ് പി ദെൻ ക്യൂ ഫോമിൽ അവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എല്ലാ എക്സുകൾക്കും എക്സ് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടെന്ന് അവിടെ പറഞ്ഞത് അല്ലേ. എല്ലാ എക്സുകൾക്കും എക്സ് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിലേ കാൽക്കുലസ് പഠിച്ചിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയാണോ? അപ്പം എക്സ് ഇസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് നമ്മൾ എസ് ഓഫ് എക്സ് ആയിട്ട് എടുത്തു. അപ്പം there is a person എക്സ് ഹാവിങ് ദ പ്രോപ്പർട്ടി ദാറ്റ് എക്സ് ഇസ് ദിസ് ഇൻ ദിസ് ക്ലാസ് ആൻഡ് എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എന്നല്ല ഇവിടെ വരുന്നത്. കാരണം there exists. അപ്പം മറ്റിടത്തെന്ന് പറഞ്ഞാൽ ഫോർ ഓൾ ആയതുകൊണ്ട് സ്റ്റുഡൻ്റ് ആണെങ്കിൽ എല്ലാ സ്റ്റുഡൻറ്റുകളും ഉറപ്പായിട്ടും മെക്സിക്കോ വിസിറ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു അവിടെ വരുന്നത്. അവിടെ എല്ലാ സ്റ്റുഡൻറ്റുകളും കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും കാൽക്കുലസ് ഉണ്ട്. അപ്പോൾ ഇഫ് പി ദെൻ ക്യൂ വരുന്നു. ഇവിടെ പക്ഷേ എന്താ, ഇവിടെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മെക്സിക്കോയും വിസിറ്റ് ചെയ്തത് ഒരാളെങ്കിലും ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റും മെക്സിക്കോയും കൂടെ വിസിറ്റ് ചെയ്ത് സ്റ്റുഡൻറ്റുമാണ് മെക്സിക്കോയും കൂടെ വിസിറ്റ് ചെയ്ത് ഒരാളെങ്കിലും കാണും. അതാണ് there exists പറയുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം there is a person X having the property that X is a student in this class ആൻഡ് അവിടെ യൂസ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ആ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ മീനിങ് മാറിപ്പോകും. അപ്പം ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റുമാണ് മെക്സിക്കോയും വിസിറ്റ് ചെയ്ത ഒരാളെങ്കിലും കാണും, രണ്ടും കൂടെ ഉള്ള ഒരാളെങ്കിലും കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ there exists എസ് ഓഫ് എക്സ് ആൻഡ് എം ഓഫ് എക്സ് എന്നാണ് ഇവിടെ വരുന്നത്. അപ്പം എക്സ് ഇസ് എ സ്റ്റുഡൻറ്റ്, എസ് ഓഫ് എക്സ് റെപ്രസെൻറ്റ് എക്സ് ഇസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ്. ദെൻ our statement becomes there exists x, s of x and m of x. അപ്പം സ്റ്റുഡൻറ്റ് ഒരു പീപ്പിൾ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റുമാണ് മെക്സിക്കോയുമായ ഒരെണ്ണമെങ്കിലും കാണും. എക്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റുമാണ് മെക്സിക്കോയും വിസിറ്റ് ചെയ്ത ഒരാളെങ്കിലും കാണും. അപ്പം മെയിനായിട്ട് ഇവിടെ ഓർക്കേണ്ട കാര്യം നമുക്ക് there existും ഫോർ ഓളും തമ്മിലുള്ള ഡിഫറൻസാണ്. there exist എക്സ് ഇസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ആൻഡ് എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എന്നാണ് ഇവിടെ വരുന്നത്. അതായത് ഈ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റ് എങ്കിലും മെക്സിക്കോ വിസിറ്റ് ചെയ്ത് ഉണ്ടെന്നാണ് നമുക്ക് അറിയാം. അപ്പോൾ സ്റ്റുഡൻറ്റുമാണ് മെക്സിക്കോയും വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളെങ്കിലും കാണും എന്നാണ് അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത്. അതുകൊണ്ടാണ് there exist എക്സ് സ്റ്റുഡൻറ്റുമാണ് മെക്സിക്കോയുമാണ് നമ്മൾ എഴുതിയേക്കുന്നത്. മറ്റവിടത്ത് എല്ലാ സ്റ്റുഡൻറ്റുകളും കാൽക്കുലസ് പഠിച്ചിട്ടുണ്ട്, സ്റ്റുഡൻ്റ് ആണെങ്കിൽ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം ഇഫ് സ്റ്റുഡൻറ്റ് ദെൻ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇംപ്ലൈസ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ ഒരു സ്റ്റുഡൻ്റ് എങ്കിലും മെക്സിക്കോ വിസിറ്റ് ചെയ്തതുണ്ടെന്നാണ്. അപ്പോൾ സ്റ്റുഡൻറ്റും മെക്സിക്കോയും വിസിറ്റ് ചെയ്തതുമായിട്ടുള്ള ഒരെണ്ണമെങ്കിലും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഉള്ളത് ഒരെണ്ണമെങ്കിലും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എസ് ഓഫ് എക്സ് ആൻഡ് എം ഓഫ് എക്സ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. നൗ കൺസിഡർ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എവറി സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹാസ് വിസിറ്റഡ് ഐദർ കാനഡ ഓർ മെക്സിക്കോയാണ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എവറി സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹാസ് വിസിറ്റഡ് ഐദർ കാനഡ ഓർ മെക്സിക്കോ. അപ്പോൾ നമ്മൾ ഫോർ എവറി സ്റ്റുഡൻറ്റ് എക്സ് ഇൻ ദിസ് ക്ലാസ് X has the property that X has visited Mexico or X has visited Canada എഴുതാമല്ലോ. This can be expressed as ആ സെൻറ്റൻസ് എഴുതുന്നതിലാണ് ഇമ്പോർട്ടൻസ്. Can be expressed as for അവിടെ എവരി ആണ്. അപ്പോൾ ഫോർ എവരി സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഹാസ് വിസിറ്റഡ് ഐദർ കാനഡ ഓർ മെക്സിക്കോ. അപ്പോൾ ഫോർ എവരി സ്റ്റുഡൻറ്റ് എക്സ് ഇൻ ദിസ് ക്ലാസ്, ഫോർ എവരി X in this class, X has the property that
property that X has visited Mexico or X has visited Canada. അപ്പം കാനഡയെ വിസിറ്റ് ചെയ്തതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു സി യൂസ് ചെയ്യാം. സി ഓഫ് എക്സ് ബി ദ ലെറ്റ് സി ഓഫ് എക്സ് ബി ദി സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ഹാസ് വിസിറ്റഡ് കാനഡ. എക്സ് ഹാസ് വിസിറ്റഡ് കാനഡ. അപ്പം സി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ഹാസ് വിസിറ്റഡ് കാനഡ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാണ്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് കാനഡ വിസിറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഇഫ് ദ ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ്, നമ്മൾ ഡൊമെയിൻ സ്റ്റുഡൻസ് മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ്, ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കംസ്, നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കംസ് എങ്ങനെ വരും? ഫോർ എവരി എക്സ് ഇൻ ദിസ് ക്ലാസ്. അപ്പം ഫോർ എവരി എക്സ് ഇൻ ദിസ് ക്ലാസ് എക്സ് ഹാസ് ദ പ്രോപ്പർട്ടി എക്സ് വിസിറ്റഡ് മെക്സിക്കോ ഓർ എക്സ് ഹാസ് ദ പ്രോപ്പർട്ടി എക്സ് വിസിറ്റഡ് കാനഡ. അപ്പോൾ എക്സ് വിസിറ്റഡ് മെക്സിക്കോ എന്നുള്ളത് എം ഓഫ് എക്സ് ഓർ എക്സ് വിസിറ്റഡ് കാനഡ എന്നുള്ളത് സി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഫോർ എവരി എക്സ് ഇൻ ദിസ് ക്ലാസ്. അപ്പോൾ അതെങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ? ഫോർ എവരി എക്സ്. അപ്പോൾ ഫോർ ഓൾ എക്സ്, എക്സ് എം ഓഫ് എക്സോ സി ഓഫ് എക്സോ ആണ്, ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ എങ്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ബിക്കംസ്, ആലോചിച്ച് നോക്കി നിങ്ങൾ, ഫോർ എവരി എന്നുള്ളത് ഫോർ ഓൾ എക്സ്, പിന്നെന്താ വരുന്നത്? എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ എം ഓഫ് എക്സ് ഓർ ആണ്. അപ്പം നമുക്ക് ഈ സിമ്പിൾ ഇട്ടാൽ മതി, എം ഓഫ് എക്സ് ഓർ സി ഓഫ് എക്സ്, എം ഓഫ് എക്സ് ഓർ സി ഓഫ് എക്സ്. ഇത് നമ്മൾ ഡൊമെയിൻ്റെ അകത്ത് സ്റ്റുഡൻസ് മാത്രമായിട്ട് എടുത്തു. ഇഫ് ദ ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ, ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, നിങ്ങളൊന്ന് പറയണേ. ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾ പീപ്പിളാക്കി മാറ്റി. അപ്പോൾ ഫോർ ഓൾ എക്സ് നമ്മൾ പറയുമ്പം ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് മാത്രമല്ല, എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മെക്സിക്കോയോ കാനഡയോ എന്നുള്ളതല്ലേ വരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെ റീറൈറ്റ് ചെയ്യും? അപ്പോൾ ഫോർ ഓൾ എക്സ് ഇഫ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ്, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഫോർ ഓൾ എക്സ് ഇഫ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് എക്സ് ഹാസ് വിസിറ്റഡ് മെക്സിക്കോ ഓർ കാനഡ എന്ന് വരും. അപ്പോൾ നമ്മൾ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് അതായിരിക്കും നല്ലത്. ഇഫ് ദ ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ ദ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഫോർ എവരി പേഴ്സൺ എക്സ് if X is a student in this class, then X has visited Mexico or X has visited ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ അത് ക്ലിയറാണ്. അപ്പം നമ്മൾ പറയുന്ന ഡൊമെയിൻ ആദ്യം നമ്മൾ എടുത്തെന്താ, എല്ലാ സ്റ്റുഡൻസും ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? സ്റ്റുഡൻസ് ആണ്. ഫോർ ഓൾ സ്റ്റുഡൻസ് നമുക്ക് എന്താ പറയുക, അവർ മെക്സിക്കോയോ കാനഡയോ ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് മെക്സിക്കോയോ കാനഡയോ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ ഓൾ എക്സ്, എല്ലാ എക്സുകൾക്കും അതൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർ മെക്സിക്കോയോ കാനഡയോ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എം ഓഫ് എക്സ് ഓർ സി ഓഫ് എക്സ്, സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത്. അപ്പം ഇഫ് സ്റ്റുഡൻറ്റ് ദെൻ മെക്സിക്കോ ഓർ കാനഡ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വരും.
ഇനി വേണമെങ്കിൽ നമുക്ക് ആ പ്ലേസിന് വേണമെങ്കിൽ വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മെയിനായിട്ടുള്ള ഡിഫറൻസ് ഓർക്കേണ്ട ദെയർ എക്സിസ്റ്റ് വരുമ്പം രണ്ടും കൂടെ നമ്മൾ ആൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഓൾ ആകുമ്പോൾ ഇംപ്ലൈസ് ആണ് എടുത്തതെന്നുള്ളത് ഓർത്തോണം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ എം ഓഫ് എക്സും സി ഓഫ് എക്സും യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് കൺട്രിയുടെ പേര് വൈ ആയിട്ട് യൂസ് ചെയ്യുകയാണ്. എക്സ് ഹാസ് വിസിറ്റഡ് കൺട്രി വൈ എന്ന് കാണിക്കാൻ വേണ്ടി വേറൊരു വേരിയബിൾ യൂസ് ചെയ്യാം. അപ്പോൾ എമ്മും സിയും യൂസ് ചെയ്യാതെ നമുക്ക് ഒറ്റ വേരിയബിൾ വേണമെങ്കിൽ നിർത്താം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾ ഇത്ര കൊണ്ട് നമുക്ക് നിർത്തിയാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ജസ്റ്റ് പല രീതികളുണ്ട് എന്ന് കാണിക്കുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. യൂസിങ് എം ഓഫ് എക്സ് ആൻഡ് സി ഓഫ് എക്സ് ടു റെപ്രസെൻറ്റ് X has visited Mexico and Canada. We could use to place predicate V of XY. അപ്പം എക്സ് ഹാസ് വിസിറ്റഡ് കൺട്രി വൈ എന്ന് നമുക്കവിടെ പറയാം. V of XY ടു റെപ്രസെൻറ്റ് എക്സ് ഹാസ് വിസിറ്റഡ് കൺട്രി വൈ. അപ്പോൾ എം ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? വി എക്സ് മെക്സിക്കോ എന്ന് യൂസ് ചെയ്യാം. സി ഓഫ് എക്സിന് പകരം നമുക്ക് വി എക്സ് കാനഡ എന്ന് യൂസ് ചെയ്യാം. ഇൻ ദിസ് കേസ് Vx Mexico and Vx Canada would have the same meaning as M of x and C of x. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഒത്തിരി കൺട്രീസൊക്കെ ഉള്ളപ്പം നമുക്ക് എങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 കൺട്രീസ് ഉണ്ട്, 5 കൺട്രീസ് വിസിറ്റ് ചെയ്ത കാര്യം നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ 5 പ്രെഡിക്കേറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അതിന് പകരം നമ്മൾ വി എക്സ് വൈ എന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ ആ കൺട്രിയുടെ മാറുന്നതനുസരിച്ച് വൈ ഇവിടെ നമ്മൾ മാറി കൊടുക്കുമ്പോൾ നമുക്ക് കൺട്രി മാറ്റി കിട്ടും. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാം. നമ്മൾ ഇവിടെ എം ഓഫ് എക്സും സി ഓഫ് എക്സും യൂസ് ചെയ്തതിന് പകരം നമ്മൾ വി ഓഫ് എക്സ് വൈ എന്നും പറഞ്ഞ് ജനറലി പറയുക. എക്സ് ഹാസ് വിസിറ്റഡ് കൺട്രി വൈ എന്ന് പറയുവാണെങ്കിൽ വി ഓഫ് എക്സ് മെക്സിക്കോ എന്ന് പറയുന്നത് നമ്മുടെ എം ഓഫ് എക്സും വി ഓഫ് എക്സ് കാനഡ പറയുന്നത് നമ്മുടെ സി ഓഫ് എക്സ്. അപ്പം എം ഓഫ് എക്സും സി ഓഫ് എക്സിനും പകരം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് പല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ എന്നുള്ളതേ ഉള്ളൂ.